രാവിലെ തന്നെ ഞാനും കുടു ഒരുങ്ങിത്തുള്ളി പോകുന്ന വേറെ എങ്ങോട്ടും അല്ല കേട്ടോ, കുടുവിൻ്റെ സ്കൂളിലേക്കാണ്. കുടുവിൻ്റെ ഗ്രാജുവേഷനാണ്. എന്താ അല്ലേ, പണ്ടൊക്കെ നമ്മൾ ഡിഗ്രിയൊക്കെ കഴിയുമ്പോഴാണ് ഗ്രാജുവേഷൻ. ഇപ്പോഴത്തെ പിള്ളേർക്ക് UKG കഴിയുമ്പോൾ ഒന്നിലോട്ടാകുമ്പോൾ ഗ്രാജുവേഷനാണ്. അതൊരു എക്സ്പീരിയൻസ് അല്ലേ, അവർക്ക് ഇതൊരു ശീലമാകുമല്ലോ. കാഴ്ചകൾ കണ്ടും സൊറ പറഞ്ഞിരിക്കുമ്പോഴത്തേക്കും ബസ് സ്റ്റോപ്പ് എത്തി കേട്ടോ. ഓട്ടോയൊക്കെ പിടിച്ച് സ്കൂളിൽ ചെന്നപ്പോഴത്തേക്കും കൂടുതൽ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അറിയാമല്ലോ, ഞാൻ നിങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അതൊക്കെ കഴിഞ്ഞ് അതുങ്ങളെയൊക്കെ പിടിച്ച് കെട്ടി ടീച്ചർ ഗ്രാജുവേഷന് റെഡിയാക്കി കേട്ടോ. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ തന്നെ പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്തേ. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് കൊടുത്തു തുടങ്ങി കേട്ടോ. അങ്ങനെ എൻ്റെ കുടുവനും കിട്ടിയിട്ടോ സർട്ടിഫിക്കറ്റ്. അവനതിൻ്റെ വില അറിയത്തില്ലെങ്കിലും ഞങ്ങളത് പ്രൗഡോടെ തന്നെ മേടിച്ചു കേട്ടോ. കാരണം എൻ്റെ കുടുവന് ജീവിതത്തിൽ ആദ്യം കിട്ടുന്നൊരു സർട്ടിഫിക്കറ്റാണത്. അതുമല്ലാതെ അവൻ്റെ ജീവിതത്തിൽ ഒരു നാഴികക്കല്ലാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാട്ടോ ഞാൻ ആ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചതും. അതൊക്കെ ഒരു നല്ലൊരു ഫീലിങ്സ് ആയിരുന്നു കേട്ടോ. നല്ലൊരു ഫങ്ഷനായിരുന്നു കേട്ടോ. കാരണം ഒരുപാട് ഹാപ്പിയായി. ആ കുഞ്ഞുമക്കളുടെ ആ സന്തോഷവും പ്രൗഡും ഒക്കെ കണ്ടപ്പോൾ ഒരുപാട് ഹാപ്പിയായി കേട്ടോ. പിന്നെ ഞങ്ങൾ ഫോട്ടോഷൂട്ടിലോട്ടാണ് പോയത്. ഫോട്ടോഷൂട്ടില്ലാതെ എന്ത് പരിപാടി. അങ്ങനെ സിംഗിളും ഡുവറ്റും ഗ്രൂപ്പും ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നേരെ സ്നാക്സ് കഴിക്കാൻ പോയി കേട്ടോ. കഴിക്കാൻ പോയല്ല, ടീച്ചർ അപ്പോഴത്തേക്ക് സ്നാക്സൊക്കെ കൊണ്ട് തന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ലാബിലോട്ട് പോയി. ലാബിൽ പോയി കുടുവിൻ്റെ ബ്ലഡ് കൊടുക്കണമായിരുന്നു. അങ്ങനെ ബ്ലഡൊക്കെ കൊടുത്തിട്ട് നേരെ വീട്ടിലോട്ടും വെച്ചു കേട്ടോ. ഭയങ്കര ടയേർഡായിരുന്നു കേട്ടോ, അത്രയ്ക്ക് ചൂടല്ലായിരുന്നു. അങ്ങനെ അപ്പോൾ അവിടെ ചെന്നപ്പോൾ അയലത്തൊരു ഫങ്ഷൻ ഉണ്ട്. ആ ഫങ്ഷന് പോയി ബിരിയാണി കഴിച്ച് വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തു കേട്ടോ. അപ്പോൾ ഇന്നേക്കൊക്കെ ബൈ.